യാൻ്റെ മരണം തിങ്ങാനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. അവൾ വിഷമിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ടോർച്ചറിങ് 10-30 വർഷങ്ങളായി മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. എന്നിട്ടും അവനത് താങ്ങാവുന്നതിൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സിമാജിയാവോ കഴിഞ്ഞ 500 വർഷങ്ങളായി ഇതേ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ എങ്ങനെയായിരിക്കും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചാണ് അവൾ കൂടുതലും വിഷമിച്ചത്. സിമാജിയാവോ ഈ സമയത്തും സ്പിരിറ്റ് ഫയറിൻ്റെ ടോർച്ചറിങ് അനുഭവിക്കുകയായിരുന്നു. ആ സമയത്ത് അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അവൻ്റെ അമ്മ ഒരു കുഞ്ഞിനെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാനോ കുഞ്ഞിനെ കൊല്ലാനോ ഒക്കെ പറയുന്നത് പോലെയാണ് അവൻ സ്വപ്നത്തിൽ കണ്ടത്. പക്ഷേ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ ചുറ്റും തീ പടർന്ന് അതിനുള്ളിൽ നിൽക്കുകയാണ് അവനും അമ്മയും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ്റെ അമ്മ അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ കത്തിയെരിഞ്ഞ് ഇല്ലാതെയാവുന്നു. ആ കുഞ്ഞും നശിച്ചു പോകുന്നുണ്ട്. ഈ സ്വപ്നത്തിൻ്റെ ആഘാതമെന്നോണം അവനിപ്പോൾ ഇരിക്കുന്ന മുറിയിലുള്ള സാധനങ്ങളൊക്കെ അവൻ്റെ എനർജി കൊണ്ട് തനിയെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഒരു വാൾ അവൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നുമുണ്ട്. ഈ സമയത്താണ് തിങ്ങാൻ ആ മുറിയിലേക്ക് വന്നത്. അവൾ പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് അവനെ ഉറക്കെ വിളിക്കുന്നതിനാൽ അവൻ ഉണരുന്നു. വാൾ അങ്ങനെ അവൻ മറുവശത്തേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ അത് അവളുടെ നേർക്കാണ് പാഞ്ഞു ചെല്ലുന്നത്. അവളുടെ ദേഹത്ത് മുട്ടുന്നതിന് മുമ്പ് തന്നെ അവൻ അവളുടെ മുന്നിലെത്തിയത് തടയുന്നു. അവൻ്റെ കയ്യിൽ ആ വാൾ ചെറുതായിക്കൊണ്ട് കുറച്ച് മുറിയുന്നുണ്ട്. പക്ഷെ വലിയ അപകടമൊന്നും സംഭവിക്കുന്നില്ല. തിങ്ങാൻ അവൻ്റെ കയ്യിലെ മുറിവൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അവൻ ഈ സമയത്തെല്ലാം ആകെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. യാൻ്റെ മരണം അവൻ്റെ മനസ്സിനെയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൾ പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. നീർനായയുടെ രൂപത്തിൽ അവൻ്റെ ഒപ്പം കിടന്നു തന്നെയാണ് അവളും ഉറങ്ങിയത്. രാവിലെ അവൾ ഉണർന്നെഴുന്നേറ്റിട്ടും അവൻ ഉറക്കത്തിൽ തന്നെയാണ്. സാധാരണ അവൾ ഉണരുമ്പോൾ അവനും ഉണരേണ്ടതാണ്. പിന്നെ ഇതെന്ത് പറ്റിയെന്ന് അവൾ ചിന്തിക്കുന്നു. അവൾ നാജിക്കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാക്കി മുഖമൊക്കെ കഴുകുന്ന കൂട്ടത്തിൽ കുറച്ച് വെള്ളം അവൻ്റെ മുഖത്തേക്ക് വീഴുന്നു. അങ്ങനെ അവൻ കണ്ണു തുറക്കുന്നുണ്ട്. ഉണർന്നപ്പോഴും തലേന്ന് കണ്ട സ്വപ്നത്തെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത. എന്തായിരിക്കും അമ്മ സ്വപ്നത്തിൽ വന്ന് അങ്ങനെയൊക്കെ പറയാൻ കാര്യമെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ബായ്ഫിങ് മൗണ്ടനിൽ നിന്നുള്ള ആൾ എത്തിയിട്ടുണ്ടെന്ന് പുറത്തൊരു ജോലിക്കാരൻ വന്ന് അറിയിച്ചത്. അങ്ങനെ തിങ്ങാൻ അവിടെ ഇരുത്തിയിട്ട് അവൻ ഷിങ്ങറുടെ കുട്ടിയെയും കൊണ്ട് ആ വന്നിരിക്കുന്ന ദൂതനെ കാണാനായി പോകുന്നു. അയാളുടെ കൈവശം ഒരു ഉപകരണം ഉണ്ടായിരുന്നു. കുട്ടിയുടെ ബ്ലഡ് എത്രത്തോളം ശേഷിയുള്ളതാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിൻ്റെ കുറച്ച് ബ്ലഡ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം സിമാജിയാവോ കുഞ്ഞിനെ സേഫായി അവിടെ നിന്ന് തിരികെ ഷിങ്ങറുടെ അടുത്ത് എത്തിക്കുന്നു. ഇതേ സമയത്ത് യാൻ്റെ രൂപത്തിൽ അവൻ കുട്ടിയെയും കൊണ്ട് നിൽക്കുന്നത് പോലെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത് മറ്റു രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. സാധാരണ യാൻ്റെ അച്ഛൻ മാത്രമാണ് ഇങ്ങനെ കുട്ടിയെ കൈമാറുന്ന സമയത്ത് ആ ദൂതൻ്റെ അടുത്തേക്ക് ചെല്ലാറുള്ളത്. ഇന്ന് അവനെ കൂടി കൊണ്ടുവന്നത് എന്താണെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ വയസ്സായിരിക്കുന്നു. ഇനി മുതൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് ഇവനാണ്. അതുകൊണ്ട് അവനെ കൂടി പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നതെന്ന് മാസ്റ്റർ യാൻ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. അങ്ങനെ കുട്ടിയെയും കൊണ്ട് അവർ 3 പേരും കൂടി ബായ്ഫിങ് മൗണ്ടനിലേക്ക് പോകുന്നു. ഇപ്പോൾ ശരിക്കും സിമാജിയോയുടെ കയ്യിലിരിക്കുന്നത് ശരിക്കുള്ള കുട്ടിയല്ല, ഒരു ഇല്യൂഷൻ മാത്രമാണ്. ആ മൗണ്ടനിലെത്തിയപ്പോൾ അവിടെ പല ഭാഗങ്ങളിലായിട്ടും അവൻ്റെ വംശക്കാരുടെ പ്രതീകമായ പൂക്കൾ നിൽക്കുന്നത് സിമാജിയാവോ കാണുന്നുണ്ട്. അവൻ്റെ വംശത്തിലുള്ളവർ അവിടെ വെച്ച് മരിച്ചു എന്നതിൻ്റെ അടയാളമാണല്ലോ അത് തന്നെ അവനെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോകാനായി 2 പേർ അങ്ങോട്ടേക്ക് വന്നത്. സിമാജിയാവോയെ അകത്തേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറാവുന്നില്ല. കുട്ടിയെ മാസ്റ്റർ യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തോട് അകത്തേക്ക് വന്നോളാൻ അവർ പറയുന്നു. പക്ഷേ സിമാജിയാവോ അതിനെ അനുവദിക്കാതെ അവരെ തടയുന്നു. അങ്ങനെ അവരുമായി ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിൽ 2 പേരെ അവൻ അപ്പോൾ തന്നെ അവിടെ വെച്ച് കൊല്ലുന്നു. 3ാമതായി ഉണ്ടായിരുന്ന ഒരു പെണ്ണാണ്. അവൾ ഇപ്പോൾ തന്നെ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവളോട് തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ അവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ അകത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവളെയും അവൻ കൊല്ലുന്നു. അതിനുശേഷം മുന്നോട്ട് നടന്നപ്പോഴാണ് സിമ വംശക്കാർക്കെതിരായി അവിടെ ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നത്. അതും അവൻ നശിപ്പിക്കുന്നുണ്ട്. ബാരിയർ തകർത്ത് മുന്നോട്ട് പോയ അവൻ ആ ഗുഹയ്ക്കുള്ളിൽ തടവിലാക്കിയിരിക്കുന്ന അവൻ്റെ വംശത്തിൽപ്പെട്ട കുറേയധികം ആളുകളെ കണ്ടെത്തുന്നു. അതിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവൻ്റെ വംശക്കാരുടെ ശേഷിപ്പുകളായ ധാരാളം പൂക്കളും അവിടെ വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടി ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവൻ്റെ കാലിൽ പിടിച്ചിട്ട് ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്. അവരെ അവിടെ തടവിലാക്കിയിരിക്കുന്നവർ അവരെ ഉപയോഗിച്ച് വീണ്ടും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവരെ തടവിലാക്കിയിരിക്കുന്നത്. അവർ അവരുടെ ലക്ഷ്യം നേടാറായിരിക്കുന്നു. അത് നടത്താൻ സമ്മതിക്കരുത്, എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒന്ന് കൊന്നു തരണം എന്നൊക്കെ ആ സ്ത്രീ അവനോട് അപേക്ഷിക്കുന്നുണ്ട്. ഈ സമയത്തും അവിടെ ഒരു ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ ഒരു സ്ത്രീ ആരുടെ അടുത്തേക്കോ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ അമ്മ അതിനെ കൊണ്ടുപോകരുത്, ആ കുഞ്ഞിനെയെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റേ സ്ത്രീ അതിന് തയ്യാറാവുന്നില്ല. അവർ ഏത് സാഹചര്യത്തിലാണ് അതിനുള്ളിൽ കഴിയുന്നതെന്ന് സിമാജിയാവോയ്ക്ക് ഇതിനകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഷിയുടെ ക്രൂരതയുടെ ആഴം അവൻ നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു. അവൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു കുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നൊരു പാത്രം നീട്ടിയിട്ട് എൻ്റെ ബ്ലഡ് എടുത്തിട്ട് എനിക്ക് കുറച്ച് കഞ്ഞി തരാൻ പറഞ്ഞത്. തൻ്റെ ബ്ലഡ് മുമ്പെടുത്ത് ഉപയോഗിച്ചതുപോലെ ഇവരുടെയും ബ്ലഡും ഷീ എടുക്കുന്നുണ്ട് എന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നു. ആരാണ് അവനോട് ക്രൂരത കാണിക്കുന്നതെന്ന് അവൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കുട്ടിയെ ആരോ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോയി ദൂരേക്ക് എറിയുന്നുണ്ട്.
അത് അവിടുത്തെ ഒരു ശിഷ്യനായിരുന്നു. സിമാജിയാവോ അയാളെ പിടികൂടി അപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട്. ബഹളം കേട്ടുകൊണ്ട് വേറെ കുറേ കാവൽക്കാരും അങ്ങോട്ടേക്ക് വരുന്നു. അവരെല്ലാം അവൻ നശിപ്പിക്കുന്നു. മാത്രമല്ല അവിടെ തടവിലുണ്ടായിരുന്ന ആളുകളെല്ലാം അവൻ സ്വതന്ത്രരാക്കുന്നുമുണ്ട്. അവരെല്ലാം കൂടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങുന്നു. ഈ സമയത്ത് വേറെ കുറേ കാവൽക്കാർ വന്ന് സിമാജിയാവുമായി ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. നിനക്ക് അവരിവിടെ നിന്ന് രക്ഷിക്കാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ്. ഇവിടെ ഒരു ബാരിയർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ളിൽ നിന്ന് പുറത്തു പോയാൽ അവരെല്ലാവരും മരിക്കും. ആ രീതിയിലാണ് അവരുടെ ശരീരം ഇപ്പോൾ ഉള്ളതെന്ന് അതിലൊരാൾ പറയുന്നു. അതോടെ സിമാജിയാവോ അവരോട് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകരുത്, നിങ്ങൾ മരിക്കുമെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ കന്നാലികളെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് അവരെല്ലാം പുറത്തേക്ക് ഓടുകയാണ്. പക്ഷേ അവർ പറഞ്ഞതുപോലെ ആ ബാരിയർ കഴിഞ്ഞ് പുറത്തേക്കായപ്പോൾ അവരെല്ലാം അവിടെ തന്നെ വീണ് മരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ വെച്ച് മരണപ്പെടുന്നു. ആരെയും രക്ഷിക്കാൻ അവന് സാധിക്കുന്നില്ല. അതോടെ അവൻ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആവുന്നു. പിന്നെ മുന്നിൽ വന്നവരെല്ലാം അവൻ കൊല്ലുന്നുണ്ട്. പിന്നെയും കാവൽക്കാർ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഷീക്ക് സിമാജിയാവോ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയതിനെ പറ്റി സീക്രട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സിമാജിയാവോ ബൈഫങ് മൗണ്ടൻ കണ്ടെത്തി എന്നുള്ളത് ഷീക്ക് വലിയൊരു ഷോക്കായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പാലസൈഡുകളെ ഉപയോഗിച്ച് അവനെ എതിർക്കുകയല്ലാതെ അയാളുടെ മുന്നിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ സിമാജിയാവോയ്ക്ക് ആകെ ഭ്രാന്ത് പിടിച്ചു. ബൈഫങ് മൗണ്ടനും അതിന് താഴെയായിട്ടുള്ള ചിയാങ് സിറ്റിയും സിമാജിയാവോ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പാലസൈഡുകളുടെ അടുത്ത് അറിയിക്കാൻ അയാൾ ഒരു ജോലിക്കാരന് ഓർഡർ നൽകുന്നു. അവിടെ അടുത്ത് തന്നെ അയാളെ വാച്ച് ചെയ്യാനുണ്ടായിരുന്ന നിഞ്ചു ഇതറിയുന്നുണ്ട്. അങ്ങനെ അവൻ വേഗം സിമാജിയാവോയുടെ അടുത്തേക്ക് പുറപ്പെടുന്നു. ഷെൻഷുവിൻ്റെ മെസ്സേജാണല്ലോ ഷീക്ക് കിട്ടിയത്. ഷെൻഷുവിനോട് തന്നെ ചിയാങ് സിറ്റിയിൽ വലിയ രീതിയിൽ കുറേ തീപിടുത്തമുണ്ടാക്കാൻ ഷീ ഓർഡർ നൽകുന്നുണ്ട്. സിമാജിയാവോ ചെയ്തതാണത് എന്ന രീതിയിൽ വേണം വരുത്തി തീർക്കാനെന്നും അയാൾ നിർദ്ദേശിക്കുന്നുണ്ട്. നിഞ്ചുവിനൊപ്പം റൂലിങ്ങും അവിടെ തന്നെ മറ്റൊരു ഭാഗത്തായി ഉണ്ടായിരുന്നു. അവളുടെ അടുത്തേക്കായിരുന്നു നിഞ്ചു ഓടിച്ചെന്നത്. അപ്പോഴേക്കും ബാക്കിയുള്ള ശിഷ്യന്മാർ പാലസെറ്റുകളെയൊക്കെ വിവരം അറിയിക്കാൻ പോയിട്ട് വന്ന് പരസ്പരം സംസാരിക്കുന്ന ഇവർ കേൾക്കാനിടയാവുന്നു. എല്ലാ പാലസെറ്റുകളെയും വിവരം അറിയിച്ചെങ്കിലും റൂലിങ്ങിനെ മാത്രം കാണാൻ അവർക്ക് സാധിച്ചില്ല. മാത്രമല്ല മാസ്റ്റർ യുവാനും സുഖമില്ലാതിരിക്കുകയാണ്, അദ്ദേഹവും ഫൈറ്റിന് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി കേൾക്കുന്നു. സിമാജിയാവോയുടെ അടുത്തേക്കാണ് ഇവർ പോകുന്നതെന്ന് മനസ്സിലാവുന്നതിനാൽ എത്രയും പെട്ടെന്ന് അവനെ വിവരം അറിയിക്കുന്നതിനായി നിഞ്ചു അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും റൂലിംഗ് ഈ അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ച് അവനെ ബോധം കെടുത്തുന്നുണ്ട്. പാലസെറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് സിമാജിയാവോ കൊല്ലുകയാണെങ്കിൽ തൻ്റെ ലക്ഷ്യം പൂർത്തിയാവുമല്ലോ എന്ന് കരുതിയാണ് അവൾ നിഞ്ചുവിനെ തടഞ്ഞത്. ഷീ ഓർഡർ നൽകിയതനുസരിച്ച് ഷെൻഷു സിമാജിയാവോ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ചിയാങ് സിറ്റി മുഴുവൻ ഒരു വലിയ സ്ഫോടനം തന്നെ നടത്തുന്നുണ്ട്. അങ്ങനെ സിറ്റി മുഴുവനായി തീ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. തിങ്ങാനെ അവിടെ നിർത്തിയിട്ടായിരുന്നല്ലോ സിമാജിയാവോ പോയത്. ഇതൊക്കെ കണ്ടപ്പോൾ സിമാജിയാവോയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് കാണുമോ എന്ന് അവൾക്ക് സംശയമാവുന്നു. അങ്ങനെ അവൾ അവനെ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. മാസ്റ്റർ ഞാൻ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അയാളുടെ കയ്യിലിരുന്ന കുഞ്ഞ് അപ്രത്യക്ഷമാവുന്നു. അപ്പോഴാണ് അത് ഫേക്കായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലാവുന്നത്. അധികം വൈകാതെ അവിടെ വെച്ച് തന്നെ ആ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെടുന്നുണ്ട്. അവിടെ എത്തിയ തിങ്ങാൻ അയാളെ കാണുന്നു. അയാളെ കൂടി ആ കണ്ടീഷനിൽ കണ്ടതോടെ അവൾ ഒന്നുകൂടി വെപ്രാളത്തോടെ സിമാജിയാവോയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. സിമാജിയാവോ ഈ സമയം ശത്രുക്കളെല്ലാം കൊന്നൊടുക്കിയ ശേഷം നേരത്തെ അവനോട് വന്ന് കഞ്ഞി ചോദിച്ച ആ കുട്ടിയുടെ ശരീരവും താങ്ങിയെടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയായിരുന്നു. അവൻ്റെ വംശത്തിലുള്ള ആളുകളെല്ലാം അവിടെ കൊല്ലപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇവരുടെ ഈ ദുരവസ്ഥയൊക്കെ അവസാനിക്കണമെങ്കിൽ താൻ മരിച്ചാലേ സാധിക്കുകയുള്ളൂ. തന്നോടൊപ്പം സ്പിരിറ്റ് ഫയർ ഇല്ലാതായാൽ മാത്രമേ തൻ്റെ വംശക്കാർ ഇങ്ങനെ ഒരു ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെ അവനപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ജന്മത്തിലെങ്കിലും നീ നല്ലൊരു കുടുംബത്തിൽ ജനിക്കാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ശരീരം അവിടെ കിടത്തിയ ശേഷം വളരെ വിഷമത്തോടെ അവൻ മുന്നോട്ട് നീങ്ങുന്നു. ഇനി മുന്നോട്ട് പോകാൻ ശേഷിയില്ലാതെ ഒരിടത്ത് തളർന്നിരുന്നപ്പോഴാണ് തിങ്ങാൻ അവിടെ എത്തിയത്. അവൾ വേഗം മനുഷ്യരൂപത്തിലേക്കായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ കണ്ടപ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ തമാശ പറയുന്നത് നിർത്താൻ പറഞ്ഞ് അവൾ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴും അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജനിച്ച ദിവസം മുതൽ എൻ്റെ ജീവൻ എടുക്കാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ഞാൻ എൻ്റെ ജീവൻ നൽകിയിട്ടില്ല. എൻ്റെ ജീവൻ എടുക്കാൻ വരുന്നവരുടെ ജീവൻ ഞാൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിനക്ക് എൻ്റെ ജീവൻ തരാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് വേണമെങ്കിൽ ഇത് എടുത്തോളാൻ അവൻ പറയുന്നു. പക്ഷേ എനിക്കത് വേണ്ട എന്ന് തിങ്ങാൻ പറഞ്ഞപ്പോൾ നിനക്ക് അതിന് ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ നീ എന്നെ കൊല്ലുകയാണെങ്കിൽ നിൻ്റെ മിഷൻ പൂർത്തിയാവും, അത് നിനക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ടും നീ അതിന് തയ്യാറാവുന്നില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അപ്പോഴും തനിക്ക് അതിനൊട്ടും താല്പര്യമില്ല എന്ന് തന്നെ തിങ്ങാൻ പറയുന്നു. എങ്കിൽ പിന്നെ നീ എൻ്റെ കൂടെ മരിക്കേണ്ടി വരുമെന്ന് അവൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്ന് പറഞ്ഞ് അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു. അവൻ്റെ കണ്ടീഷൻ ശരിക്കും വളരെ മോശമായി കഴിഞ്ഞിരുന്നു. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം സ്പിരിറ്റ് ഫയർ കൊണ്ട് എരിഞ്ഞു തീരും. ഞാൻ ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ എൻ്റെ വംശക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. പക്ഷേ അപ്പോഴും അവൻ മരിക്കും എന്ന് അവൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നീ ഇവിടെ നിന്ന് ഓടിപ്പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ എന്താണ് പോവാത്തതെന്ന് അവൻ ചോദിക്കുന്നു. തിങ്ങാൻ ഇപ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു. അവന് ശരിക്കും ഇങ്ങനെ അപകടം സംഭവിക്കുമെന്ന് ഇതുവരെ അവൾ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ അവൾക്കും പേടിയായി തുടങ്ങിയിരിക്കുന്നു.
അപ്പോഴേക്കും പാലസ് ഹെഡുകൾ അവിടെ എത്തിയതിൻ്റെ സിഗ്നൽ സിമാജിയാവോയ്ക്ക് കിട്ടുന്നു. അവൻ എഴുന്നേറ്റ് ആ രക്തം പുരണ്ട ഡ്രസ്സൊക്കെ മാറ്റി അവരെ നേരിടാൻ തയ്യാറെടുക്കുന്നുണ്ട്. പാലസ് ഹെഡുകളും അവിടെയുള്ള സിമ വംശക്കാരുടെ അവശേഷിപ്പുകളായ പൂക്കളൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഇത്രയും സിമ വംശക്കാർ എത്തിയതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് സിമ വംശക്കാരുടെ അല്ല, അവരൊക്കെ അന്നത്തെ ഫയറിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇത് അവരുമായി കണക്ഷനുള്ള വേറെ ഏതെങ്കിലും വംശക്കാരുടേതായിരിക്കുമെന്ന് ആരോ പറയുന്നുണ്ട്. എന്നാലും അത്രയും പേർ ഒരുമിച്ച് എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഷീക്ക് ആ കാര്യങ്ങളിലോട്ട് അവർ അന്വേഷിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അയാളുടെ കള്ളത്തരം പുറത്താവുമല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാൻ ഇപ്പോൾ സമയമില്ല. എത്രയും പെട്ടെന്ന് സിമാജിയാവോയെ നേരിടാൻ തയ്യാറെടുക്കാൻ അയാൾ പറയുന്നു. അപ്പോഴേക്കും സിമാജിയാവോ അവരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഈ ബായ്ഫിംഗ് ബൗണ്ടിന് പിന്നിൽ ഷീയാണ് എന്ന രീതിയിൽ സിമാജിയാവോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതോടെ പാലസ് ഹെഡുകളുടെ സംശയം ഷീക്ക് നേരെ തിരിയുന്നു. പക്ഷേ അവൻ തൻ്റെ നേർക്ക് കുറ്റാരോപണം നടത്തുകയാണ് എന്ന രീതിയിൽ ഷീ അവരെ വീണ്ടും പറഞ്ഞു തിരിക്കുന്നുണ്ട്. അത് വിശ്വസിച്ച് എല്ലാവരും കൂടി സിമാജിയാവോയെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അധികം വൈകാതെ ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. ഷീ ഉൾപ്പെടെ 4 പാലസ് ഹെഡുകളാണ് സിമാജിയാവോയ്ക്ക് എതിരായി ഫൈറ്റ് ചെയ്യുന്നത്. കുറച്ചു നേരം ഫൈറ്റ് ചെയ്തപ്പോൾ തന്നെ ഷീ ഇപ്പോൾ തൻ്റെ ലെവലിന് സമാനമായ രീതിയിൽ എത്തിയിരിക്കുന്നുവെന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നു. അവനത് പറഞ്ഞെങ്കിലും അയാൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. മാത്രമല്ല അയാൾ മറ്റെവിടെയോ മറ്റൊരു സ്പിരിറ്റ് ഫയർ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും സിമാജിയാവോ വിളിച്ച് പറയുന്നു. പക്ഷെ അതെല്ലാം ഷീ എതിർക്കുകയാണ്. ബാക്കിയുള്ള പാലസ് ഹെഡുകൾക്ക് ഇതൊക്കെ കേട്ട് ഷീയെ സംശയം തോന്നുന്നുണ്ടെങ്കിലും അയാൾ ഇതെല്ലാം സിമാജിയാവോയുടെ തന്ത്രമാണ് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും തൻ്റെ ഭാഗത്തേക്കാക്കുന്നു. ഷീയുടെ ആ ലക്ഷ്യം തകർക്കുന്നതിന് വേണ്ടി താൻ തൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതോടെ അയാളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സിമാജിയാവോ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. സ്പിരിറ്റ് ഫയർ കൊണ്ട് സ്വന്തം ശരീരം നശിപ്പിച്ചു കളയാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അക്കൂട്ടത്തിൽ പാലസ് ഹെഡുകളെ കൂടി കൊല്ലാനും അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവൻ അതിനുള്ള ശ്രമത്തിലാണ്. അവനെ തടയാൻ വേണ്ടി ഷീയും പാലസ് ഹെഡുകളും കൂടി അവരെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിമാജിയാവോയുടെ ഡ്രസ്സിനുള്ളിൽ തന്നെ തിങ്ങിയാനും ഉണ്ടായിരുന്നു. അവൻ നല്ല വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അവൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവുന്നു. എന്തായാലും നീ മരിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ക്രൂരത കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഒപ്പം താനും ഇന്നിവിടെ വെച്ച് മരിക്കാൻ പോവുകയാണ് എന്നും അവൾക്ക് മനസ്സിലാവുന്നു. എന്നാലും അവൾക്ക് പരാതിയൊന്നുമില്ല. ഈ വെക്കേഷൻ ഇത്രയും നാൾ നന്നായി എൻജോയ് ചെയ്തതുപോലെ തന്നെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അവളുടെ ഈ ചിന്തകളൊക്കെ സിമാജിയാവോയ്ക്ക് കേൾക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ഒരു നിമിഷം ഒന്ന് മാറി ചിന്തിക്കുന്നുണ്ട്. തനിക്ക് ഈ ലോകത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഒന്നുമില്ലെങ്കിലും തിങ്ങാൻ കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം അവിടെ വെച്ച് മരിക്കാമെന്നുള്ള ചിന്ത അവൻ ഉപേക്ഷിക്കുന്നു. പകരം സർവ്വശക്തിയും ഉപയോഗിച്ച് പാലസ് ഹെഡുകൾക്ക് നേരെ ഒരു വലിയ ആക്രമണം നടത്തി അവൻ തിങ്ങാനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. തിങ്ങാനെ കുറേ ദൂരം സേഫായ ഒരു സ്ഥലത്ത് അവൻ എത്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി കഴിഞ്ഞിരുന്നു. അവളാണെങ്കിൽ അവനെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാവാതെ അവനെയും കൊണ്ട് അവന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇനി എനിക്ക് വയ്യ, എന്നെ ഉപേക്ഷിച്ച് നീ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞ് അവൻ അവിടെ ഒരിടത്ത് തളർന്നിരിക്കുന്നുണ്ട്. അപ്പോഴും തിങ്ങാൻ അവനെ വിട്ട് പോകാൻ തയ്യാറാവുന്നില്ല. അധികം വൈകാതെ അവൻ്റെ ബോധം നഷ്ടപ്പെടുന്നു. ഈ സമയത്ത് അവൻ്റെ കാലിൽ നിന്ന് ഒരു പ്രത്യേക പ്രകാശം പുറപ്പെട്ടു വരുന്നു. അത് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് തിങ്ങാനും മനസ്സിലാവുന്നില്ല. കുറച്ച് മുന്നിലായി ഒരു വള്ളത്തിൽ ഒരാളിരിക്കുന്ന അവൾ കാണുന്നു. അപ്പോഴേക്കും അവളുടെ ശരീരത്തോട് ചേർന്നിരിപ്പുണ്ടായിരുന്ന സിമാജിയാവോയും ഉണരുന്നു. അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആളിനെ സിമാജിയാവോയ്ക്ക് പരിചയമുണ്ട്. അദ്ദേഹം ഒരു ഇമ്മോർട്ടലാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ സിമാജിയാവോ തിങ്ങാനെ പുറകിലേക്ക് മാറ്റി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്നെ രക്ഷപ്പെടുത്താനാണോ അതോ കൊല്ലാനാണോ താങ്കൾ വന്നിരിക്കുന്നതെന്നും അദ്ദേഹത്തോട് ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ച് രണ്ടും നടത്താവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ചോദ്യത്തിന് മറുപടി പറയാനൊന്നും തനിക്ക് താല്പര്യമില്ല എന്ന് സിമാജിയാവോ പറഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിങ്ങാനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സിമാജിയാവോ തളർന്നു വീഴുന്നു. നിഞ്ചുവിന് ഒരുപാട് സമയം കഴിഞ്ഞാണ് ബോധം വീണത്. എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്നും അവന് മനസ്സിലാവുന്നില്ല. ഷീ ഫാമിലിയിലുള്ളവരാണ് അവനെ അറ്റാക്ക് ചെയ്തതെന്നും അവരുടെ ശ്രദ്ധയില്ലാതിരുന്ന സമയത്ത് അവനെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നതാണെന്നുമൊക്കെ റൂളിംഗ് അവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അതേപോലെ പാലസ് ഹെഡുകൾ സിമാജിയാവോയ്ക്ക് നേരെ ആക്രമണം നടത്തിയതും ഇപ്പോൾ സിമാജിയാവോയും തിങ്ങാനും മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യവുമൊക്കെ അവൾ പറയുന്നുണ്ട്. നിഞ്ചു അപ്പോൾ തന്നെ മാസ്റ്റർ അന്വേഷിച്ച് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും റൂളിംഗ് അവനെ തടഞ്ഞിട്ട് നീ ഇപ്പോൾ പുറത്തേക്ക് പോയാൽ ആരെങ്കിലും നിന്നെ കണ്ട് അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടു പോയ സ്ഥിതിക്ക് അവർ രണ്ടുപേരും സേഫായിരിക്കാനാണ് സാധ്യത. എനിക്കാവുമ്പോൾ പുറത്തൊക്കെ പോയി അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പോയി അവരെ പറ്റി അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ നിൻ്റെ അടുത്ത് വന്ന് പറയാമെന്ന് പറഞ്ഞ് അവനെ അവിടെ ഇരുത്തിയിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. അവളെക്കുറിച്ച് ഇതുവരെ സംശയമൊന്നുമില്ലാത്തതിനാൽ നിഞ്ചു അത് വിശ്വസിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്.